ബഹുമാനപ്പെട്ട ശ്രീ സണ്ണി ജോസഫ്, അങ്ങേക്ക് 8 മിനിറ്റ്. സാറേ, മൃഗസംരക്ഷണം സത്യത്തിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. മൃഗങ്ങൾക്ക് രോഗബാധ സംഭവിക്കുന്ന സമയങ്ങളിൽ ആവശ്യമായിട്ടുള്ള മരുന്നുകളില്ല, ചികിത്സാ സൗകര്യങ്ങളില്ല, ആശുപത്രികളിൽ പലതരം ഡോക്ടർമാരില്ല. അതുപോലെ തന്നെ ഈ കർഷകർക്ക് നഷ്ടപരിഹാരം ചിലപ്പോഴൊക്കെ ഈ പകർച്ചവ്യാധികൾ വരുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഇടപെട്ട് മൃഗങ്ങളെ, പന്നികളെയൊക്കെ കൊല്ലുന്നുണ്ട്, വളർത്തുപന്നികൾ വ്യാപകമായിട്ട്. പക്ഷേ അവർക്കൊക്കെ നഷ്ടപരിഹാര സംഖ്യ കാര്യമായി കൊടുക്കുന്നില്ല, സമയബന്ധിതമായിട്ട് കൊടുക്കുന്നില്ല. അതുപോലെ ക്ഷീരകർഷകർ വളരെ പ്രതിസന്ധിയിലാണ്. എല്ലാവർക്കും അറിയാം, ക്ഷീരകർഷകർ കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. വളരെ സമയബന്ധിതമായിട്ട് ജോലി ചെയ്തെങ്കിൽ മാത്രമേ ക്ഷീരകർഷകർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയുള്ളൂ. പക്ഷെ അവരെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് കുറേ വർഷങ്ങളായിട്ടുള്ള നമ്മുടെ ആവശ്യമാണ്. രണ്ട് ഗവൺമെൻറ്റുകളും ആ കാര്യത്തിൽ വേണ്ട താല്പര്യം കാണിക്കുന്നില്ല. അതിപ്പോഴും വഞ്ചി തിരുനക്കര തന്നെ നിൽക്കുകയാണ്. എന്നാൽ ഈ മൃഗസംരക്ഷണത്തിന് പകരം സത്യത്തിൽ നമ്മളെ വളർത്തുമൃഗങ്ങളെ, വന്യമൃഗങ്ങൾ ആക്രമിക്കുന്ന നിരവധി സംഭവങ്ങൾ ആ മേഖലകളിൽ ഉണ്ടാകുന്നു. അതിവിടെ വളരെ വ്യാപകമായിട്ട് വനംവകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കെല്ലാവർക്കും അറിയാം, ഈ നിയമസഭയുടെ ഈ സെഷനിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഗൗരവമേറിയ ചർച്ചകളെല്ലാം വന്യജീവി അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പ്രത്യേകമായിട്ടുള്ള പ്രമേയം കൊണ്ടുവന്നു, നിയമ ഭേദഗതിക്ക് ഒരു സ്വകാര്യ ബില്ല് വന്നു, ശ്രദ്ധ ക്ഷണിക്കൽ കൊണ്ടുവന്നു, ചോദ്യോത്തരവേള വളരെ സജീവമായിട്ട് ഭരണപക്ഷി പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ആ വിഷയങ്ങൾ ശക്തമായിട്ട് ഉയർത്തി. ഈ നിയമസഭയിൽ 15ാം കേരള നിയമസഭയിൽ തന്നെ ഞാൻ തന്നെ 2 അടിയന്തര പ്രമേയങ്ങൾ, ഒരിക്കലും വരാത്ത ആ രീതിയിലുള്ള ഗൗരവമേറിയ ചർച്ചയ്ക്ക് TCTക്ക് വയനാട്ടിൽ അജീഷ് മരിച്ചതിന് ശേഷം ഒരു അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നേടി. ഞാൻ എൻ്റെ നാട്ടിൽ ഒരു പള്ളിയിൽ പോകുന്ന സമയത്ത് വനാതിർത്തിയിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരത്തിൽ രാവിലെ ഭാര്യയും ഭർത്താവും കൂടെ മോട്ടോർ സൈക്കിളിൽ പള്ളിയിൽ പോകുന്ന ആളെയാണ് ആന കൊന്നത്. ആ കാര്യത്തിൽ ഇവിടെ അടിയന്തര പ്രമേയം അനുമതി തേടിക്കൊണ്ട് സംസാരിച്ചു. വയനാട്ടിൽ സലൂബ് എന്ന തോമസിനെ, 50 വയസ്സുകാരനെ, അദ്ദേഹത്തിൻ്റെ വീട്ടുപറമ്പിൽ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയതിനും ഞങ്ങളിവിടെ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. ചർച്ചയ്ക്കെടുക്കാൻ ഗവൺമെൻറ് തയ്യാറായില്ല. പക്ഷേ സജീവമായിട്ട് സഭയ്ക്കകത്ത് കക്ഷി വ്യത്യാസമില്ലാതെ എല്ലാവരും ഉയർത്തുന്ന, കഴിഞ്ഞ ദിവസം കുട്ടനാട് MLA പോലും വനാതിർത്തി പങ്കിടാത്ത ആലപ്പുഴ ജില്ലയിലെ പ്രശ്നങ്ങൾ ഗുരുതരമാണെന്ന് പറഞ്ഞു. മിക്കവാറും കിട്ടുന്ന മറുപടി, എൻ്റെ കയ്യിലൊരു 10 ചോദ്യത്തിൻ്റെയെങ്കിലും മറുപടിയുണ്ട്. മിക്കവാറും കിട്ടുന്ന മറുപടികൾ സ്റ്റീരിയോ ടൈപ്പ്, ആവർത്തന വിരസമായിട്ടുള്ള മറുപടികളാണ്. ചിലതിൽ ഫാക്ട് ആൻഡ് ഫിഗേഴ്സിൽ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഏതാണ്ട് ഒരേ സ്വഭാവത്തിലുള്ള മറുപടികളാണ്. നേരത്തെ എൻ്റെ സ്നേഹിതൻ പറഞ്ഞു, മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് മാനന്തവാടിയിൽ ആരംഭിച്ച വനസദസ്സ് അത് കുറേ നിയോജകമണ്ഡലങ്ങളിലൂടെ കടന്നുപോയി. പക്ഷേ അതിൻ്റെ റിസൾട്ട് എന്താണ്? ആരെയാണതിൽ കേട്ടത്? പഞ്ചായത്ത് പ്രസിഡന്റുമാർ ലെവലിലുള്ളവരെ മാത്രം കേട്ടു. അവിടെ വെച്ച് നേരത്തെ മരിച്ച കുറച്ച് പേർക്ക് കൊടുക്കേണ്ട പൈസ കൊടുത്തു, അതിൻ്റെ ഫോട്ടോ എടുത്തു, ഞങ്ങളെയൊക്കെ ഫോട്ടോ വന്നു എന്നല്ലാതെ വാട്ട് റിസൾട്ട് എന്ന് ചോദിച്ചാൽ അതിൻ്റെ തുടർ നടപടികളില്ല. ഇപ്പോഴും വളരെ ഗുരുതരമായിട്ട് വനാതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലും എല്ലാത്തിടത്തും വളരെ ശക്തമായിട്ട് നിൽക്കുകയാണ്. എൻ്റെ നിയോജകമണ്ഡലം 2 വന്യജീവി സങ്കേതങ്ങൾ, ആറളമുണ്ട്, കൊട്ടിയൂരുണ്ട്. മാത്രമല്ല കർണാടകത്തിൻ്റെ ബ്രഹ്മഗിരി വന്യജീവി സങ്കേതത്തിൻ്റെ അതിർത്തിയും കൂടി കൂട്ടുപുഴ പ്രദേശം അയ്യങ്കുന്ന് പഞ്ചായത്ത് പങ്കിടുകയാണ്. അപ്പോൾ ഫലത്തിൽ 3 വന്യജീവി, കേരളത്തിലാകെ 23 വന്യജീവി സങ്കേതങ്ങളാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം എന്നോട് ബഹുമാനപ്പെട്ട ശ്രീ കെ ബാബു ചോദ്യം വന്നപ്പോൾ സണ്ണി ജോസഫ് ചോദിക്കുന്നില്ല എന്ന് ഇങ്ങോട്ട് ചോദിക്കായിരുന്നു. എന്നെ മുൻ മന്ത്രി, ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഒരു ഫ്ലൈറ്റിൽ വെച്ച് ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം എന്നോട് തൻ്റെ ആന എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. കാരണം ആറളം ഫാമിൽ നിന്ന് മാത്രം ഇപ്രാവശ്യം 73 ആനകളെയാണ് തുരത്തിയത്. ആറളം ഫാമിൽ, ആദിവാസി ജനവിഭാഗങ്ങൾ താമസിക്കുന്ന ആറളം ഫാമിൽ നിന്ന് മാത്രം 73 കാട്ടാനകളെ തുരത്തി. ഫോറസ്റ്റുകാർ കുറച്ച് ജീവനക്കാർ അധ്വാനിക്കുന്നുണ്ട്. പക്ഷേ ആ തുരത്തിയ ആനകൾ വീണ്ടും ഇങ്ങോട്ട് തന്നെ കടന്നു വരികയാണ്, തിരിച്ച് കടന്നു വരികയാണ്. അത് ഇപ്പോൾ അവിടെ മതിൽ പണിയുന്നുണ്ട്. 53 കോടി രൂപയാണ്. 2020 20 കോടി രൂപയ്ക്ക് അന്ന് ഭരണാനുമതി കിട്ടിയതിനാണ് കാലതാമസം വന്ന് ഇപ്പോൾ അതിന് 53 കോടി രൂപയായിട്ട് അതിൻ്റെ എക്സ്പെൻസ്. ആ പൈസ വനംവകുപ്പല്ല സാർ, സത്യത്തിൽ അത് പട്ടികവർഗ വികസന വകുപ്പിൻ്റെ പണമാണ്. ആദിവാസികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെയും ഞങ്ങളുടെ എല്ലാം ആവശ്യപ്രകാരം 53 കോടി രൂപ ചെലവഴിക്കുന്നു. ആവശ്യം നിറവേറ്റപ്പെടണം. പക്ഷേ അവിടെ വരുന്നൊരു വിഷയം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വിളിച്ച മീറ്റിങ്ങിലും കണ്ണൂരിലെ MLA ഞങ്ങളൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ പ്രത്യേകിച്ച് പറയാൻ ബാധ്യസ്ഥനാണ്. അതായത് ഈ മതിലവിടെ കെട്ടുമ്പോൾ അതിൻ്റെ ഇരുവശങ്ങളിലേക്കും, ഒരു വശത്ത് വേറെ നേരത്തെ മതിലുണ്ട്, അയ്യങ്കുന്ന് പഞ്ചായത്തിലേക്ക് കൂടുതലായിട്ട് വന്യമൃഗങ്ങൾ, പ്രത്യേകിച്ച് ആന വരികയാണ്. ഇന്നലെ ഞാൻ
ഞായറാഴ്ച ഇന്നലെയും ഒരു യോഗത്തിൽ പോയി നാട്ടുകാർ വിളിച്ചു കൂട്ടിയ ഈ വിഷയം സംബന്ധിച്ച് സംസാരിക്കാനുള്ള മീറ്റിങ്ങിൽ വിളിച്ചു കൂട്ടി മീറ്റിംഗ് പോയിരുന്നു. ആനപ്പേടിയിൽ ഉരുപ്പുംകുറ്റി ആയാങ്കുടി ഗ്രാമം വീടിന് സമീപത്തെ കാട്ടാന കൃഷിയിടങ്ങൾ ചതച്ചരച്ചു. ഇതാണൊരു വാർത്ത. കാട്ടാന ശല്യം പരിഹരിച്ചില്ലെങ്കിൽ കടുത്ത പ്രക്ഷോഭം. മാർ ജോസഫ് പാമ്പ്ലാനി ഗ്രാമീണ രക്ഷ തേടി വിളിക്കുമ്പോൾ തങ്ങളുടെ കൈവശം പടക്കം പോലും ഇല്ലെന്ന് പറയുന്ന ഗതികേടിൽ നിന്ന് വനം വകുപ്പിനെ രക്ഷിക്കണം. കൃഷിക്കാർ തന്നെ പറഞ്ഞതാണ്. ആന വന്നു എന്ന് പറഞ്ഞ് കൃഷിക്കാർ വിളിക്കുമ്പോൾ ഫോറസ്റ്റ് അധികാരികൾ പറയുന്നത് അതിനെ തുരത്താനുള്ള പടക്കം പോലും ഞങ്ങളുടെ കൈവശമില്ല എന്ന് പറയുന്ന ഒരു കാര്യം ഒരു കൃഷിക്കാരൻ പറഞ്ഞത് ഈ വീഡിയോയിൽ വന്നു, പത്രത്തിലും വന്നു. കാരണം വാച്ചർമാരെ നിയമിച്ചിട്ടുണ്ട്. വാച്ചർമാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല, കൂടുതലായിട്ട് സ്റ്റാഫിനെ നിയമിക്കുന്നില്ല, അവർക്കാവശ്യമായിട്ടുള്ള ആയുധങ്ങളോ അതിനുള്ള സംരക്ഷണമോ നൽകുന്നില്ല. കുറേ പേര് അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ റിസൾട്ട് ഇല്ല എന്നുള്ളതാണ്. ഈ സംഭവങ്ങളിങ്ങനെ ആവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് സാർ. എത്ര ആളുകൾ മരിച്ചുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വയനാട്ടിലെ പ്രജീഷിനെ കടുവ തിന്ന് അദ്ദേഹത്തിൻ്റെ ശരീരം ഭക്ഷിച്ച് പകുതിയാണ് വീട്ടുകാർക്ക് കിട്ടിയത്. അതിവിടെ സജീവമായിട്ട് വന്ന വിഷയമാണ്. അതുപോലെ പല ഒരുപാട് കാര്യങ്ങൾ. കേരളം ഭൂവിസ്തൃതിയിൽ കുറവുള്ള സ്ഥലമാണ്, എന്നാൽ അവിടെ 30% വനമാണ്. വനവിസ്തൃതി കൂടിയ സ്ഥലമാണ്, ജനസാന്ദ്രത കൂടിയ സ്ഥലമാണ്. ഇഷ്യൂസ് എല്ലാവർക്കും നന്നായിട്ടറിയാം. പക്ഷേ പരിഹാരം പത്രങ്ങളിൽ നല്ല വാർത്തകൾ വരുന്നു, ലേഖനങ്ങൾ വരുന്നു. മാതൃഭൂമിയിലൊക്കെ എഡിറ്റോറിയൽ പേജിൽ തന്നെ വാർത്തകൾ വന്നു. MP ശ്രേയസുകുമാറിൻ്റെയൊക്കെ ലേഖനങ്ങൾ ആവർത്തിച്ചു വന്നു. അതുപോലെ പത്രങ്ങൾ ചാനലുകളിൽ വന്നു. അതുപോലെ ദിവ്യ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ എൻ്റെ കയ്യിലുണ്ട്. അതിലെന്താണ്? വന്യജീവി സംരക്ഷണവും ജനദ്രോഹവും. വന്യമൃഗ ശല്യം മൂലമുള്ള വിളനാശത്തിൻ്റെ നഷ്ടപരിഹാരം പുറത്തു പറയാൻ കൊള്ളാത്തത്ര അപര്യാപ്തവും യഥാസമയം കിട്ടാത്തതുമാണ്. ഇതിനിടെയാണ് വനമന്ത്രി AK ശശീന്ദ്രൻ്റെ വിചിത്രമായ മറുപടി നിയമസഭയിൽ കേട്ടത്. നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനുള്ള ശുപാർശ സർക്കാരിൻ്റെ പരിഗണനയിലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൂടെ ഇങ്ങനെയും പറഞ്ഞു, നിലവിലെ നിരക്കനുസരിച്ച് തന്നെ നഷ്ടപരിഹാരം നൽകാൻ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. മന്ത്രി സത്യസന്ധമായിട്ട് പറഞ്ഞു. ഒരു മിനിറ്റ്. അതുകൊണ്ട് അതിരൂക്ഷമായിട്ടുള്ള ഈ വിഷയം ഗൗരവത്തിൽ ചർച്ച ചെയ്യണം. നമ്മൾ കാട്ടുപന്നികളെ കൊല്ലുന്നതിന് വേണ്ടി എടുത്ത കാര്യത്തെക്കുറിച്ച് ഇവിടെ നേരത്തെ സംസാരിച്ച സ്നേഹിതൻ സംസാരിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസമാണ് സാർ മലപ്പുറത്ത് 28-ാം തീയതി, ഈ കഴിഞ്ഞ 28-ാം തീയതി മലപ്പുറം എടവണ്ണ പാലപ്പറ്റയിൽ കാട്ടുപന്നി കുറുകച്ചാടി സ്കൂട്ടർ മറിഞ്ഞ് യാത്രക്കാരൻ മരിച്ചു. അരീക്കോട് സ്വദേശി പൂച്ചേരി അബ്ദുൽ ഹമീദാണ് മരിച്ചത്. കാട്ടുപന്നിയെ അതിരൂക്ഷമായിട്ടുള്ള വിഷയം നിലനിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം കേന്ദ്രത്തിൽ വെക്കുന്നു. ഇപ്പം കൊല്ലാൻ വേണ്ടി പഞ്ചായത്തുകൾക്ക് അനുമതി കൊടുത്തെങ്കിൽ പോലും അതിന് തോക്ക് ലൈസൻസ് കിട്ടുന്നില്ല. അതുപോലെ കൊന്നു കഴിഞ്ഞാൽ അതിനെ മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചിടണമെന്നാണ്. എന്തുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൂടാ സാർ? മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചിടണം. കേരളത്തിനൊരു സമയം എടുക്കാൻ പറ്റില്ല. അതിനെ പെർമനൻ്റായിട്ട് പ്രഖ്യാപിക്കാൻ കേരളം തീരുമാനിച്ചാൽ നമുക്കതിന് കുറച്ചും കൂടി മനുഷ്യത്വപരമായിട്ടുള്ള ജനകീയമായ കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കാൻ സാധിക്കണം. കേന്ദ്രത്തിൽ മാത്രം പഴിചാരിക്കൊണ്ട് ഈ വിഷയങ്ങളെ കൈകാര്യം കഴിയില്ല. വയനാട്ടിലെ അജീഷിൻ്റെ മരണത്തെ തുടർന്ന് കേന്ദ്രമന്ത്രി വന്നിരുന്നു, വയനാട്ടിൽ യോഗം വിളിച്ചിരുന്നു. അദ്ദേഹം കേരളത്തിൻ്റെതാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നു. നിയമത്തിൽ ഭേദഗതി വരുത്തണം. എൻ്റെ അഭിപ്രായത്തിൽ ഈ വന്യജീവി പ്രശ്നം അതിനൊരു അടിയന്തര യോഗം വിളിക്കണം. കേരളത്തിലെ MP-മാരെയും മുഖ്യമന്ത്രിയും വനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്ന് MP-മാരെയും ബന്ധപ്പെട്ട പ്രദേശങ്ങളിലെ MLA-മാരുടെയും ഒരു യോഗം വിളിച്ചു കൂട്ടി വിഷയത്തിൻ്റെ ഗൗരവം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ വളരെ നല്ല നിലയിൽ കൈകാര്യം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അതുകൊണ്ട് വനം വകുപ്പിൻ്റെ കുറ്റകരമായ കെടുകാര്യസ്ഥതയിൽ ശക്തമായിട്ടുള്ള എതിർപ്പ് രേഖപ്പെടുത്തുന്നു. ഈ ധനാഭ്യർത്ഥനകൾ എതിർക്കുന്നു സാർ. താങ്ക് യു.